ഹലോ മേതുട്ടി എന്നാ പരിപാടി? അമ്മാമ്മയും മോളും കൂടിയിട്ട് എന്നാ പരിപാടി? പല ചപ്പുകൾ, ചപ്പ് എന്നാ പറയില്ല, പല ഇലകൾ മുറിച്ച് ഇന്നത്തെ തോരനാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അമ്മേ നാളത്തെയാ? ഇന്ന് വൈകുന്നേരാക്കൂലേ? അമ്മ നോക്കൂ, അമ്മ പ്രിയനെ നോക്കൂ. ഇന്നപ്പം ആക്കണ്ട് മുതലാളി പറയണം. മുതലാളി പറഞ്ഞാലേ ഇനി ഉണ്ടാക്കൂല. രാവിലെ വറവാക്കാൻ വേണ്ടിട്ടില്ലേ. പിന്നെ ഇത് പിന്നെ എന്താ മുരിങ്ങയില, പിന്നെ ഇതെന്താണ് അടുക്കള ചീര, ചായ മിൻസാ. ചായ മിൻസ് അടുക്കള ചീര അല്ലേ? അടുക്കള ചീര വേറെയാന്നല്ലേ? മുരിങ്ങ ചപ്പും ചായ മേതൂട്ടി അതിന്റെ അടുക്ക് എന്തോ വരും. അതിന്റെ അടുക്ക് അപ്പുറത്ത് കറിവേപ്പില തന്നെയല്ലേ അമ്മേ? ഇതെല്ലാം അമ്മ ഇടുന്നമ്മേ പറിച്ചോണ്ടേ. അംഗൻവാടിയിൽ കൃഷി നടത്തുന്നുണ്ട് അമ്മ ചെറിയ സ്ഥലങ്ങളിൽ. ഇത് പേരക്കെല്ലാം പോണത് എന്നിട്ട് ഇന്ന് അടിപൊളി ഉള്ളി ചോപ്പിൽ അടിപൊളി പേരക്ക. അത് ഇടുന്ന വീട്ടിയാ അംഗൻവാടി. അതാ നിറച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ? ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ? അത് അടിപൊളിയായില്ലേ? കൊറേ നല്ല രസം. നല്ല പേരക്കുള്ളില് നല്ല ചോപ്പില്ല പേരക്ക. അടിപൊളി പേരക്കാട്ടാ. നല്ല മണി കൊണ്ടുവരുന്നുണ്ട്. അമ്മ കൊണ്ടുവന്ന് നമ്മ എല്ലാരും ഓരോന്ന് കഴിച്ചു കൂട്ടാ. മേതുട്ടി ഇന്ന് ഫുള്ള് സൈലന്റ് ആണല്ലോ. എന്നാ എനിക്ക് സ്കൂളിൽ നിന്ന് അടിയിട്ടിന് തോന്നുന്നില്ല. നീ ആദ്യം എന്നിട്ട് കൈമല്ലേ ചീർപ്പം കൊണ്ട് മാറ്റി. പിന്നെ നല്ല ചൂപ്പ് കാണാൻ പറ്റുള്ളൂ. നല്ല കടിച്ചോ നീ ഒരു അടി. അമ്മ ഇതെല്ലാം അതിന്റെ മുകളിൽ തന്നെ പോയിത്തത് അമ്മേ. അടിപൊളി. വാ ഒരു കഷ്ണം ഒക്കെ കൊടുക്കും. മേതുട്ടി അത് കഴിച്ചിട്ട് മേതുട്ടി അഭിപ്രായം പറഞ്ഞേ. മേതുട്ടി കഴിച്ചു കൂട്ടാ ഓൾറെഡി. ഇനിയിപ്പോ അഭിപ്രായം പറയാനൊന്നുമില്ല. എങ്ങനെയുണ്ട് മേതുട്ടി? അടിപൊളി സാധനല്ലേ? നല്ലോണം. മേതുട്ടി ഇന്ന് സൈലന്റ് അടി കിട്ടീനോ സ്കൂളിൽ നിന്ന്? 5 അടി പറ്റിച്ചേ അടിയൊന്നും കിട്ടിയില്ലേ? അപ്പം നമ്മള് ഇതാ മണിക്കൂട്ടിനും മേതുട്ടിയും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന് അടുക്കിയായിട്ടാ. എന്നാലും രണ്ടുപേരും ഡ്രസ്സ് മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണമില്ലാണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ കാരണം പറയുന്നത് മേതുട്ടി ആയിരിക്കും. എന്നാ യൂണിഫോം ഇട്ട് ഒരു ഫോട്ടോ എടുക്കണം. നമ്മുടെ ഡയറിയില് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ യൂണിഫോം ഇട്ട് ഫോട്ടോ വേണം. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ നമ്മൾ പോവുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പഴയ ഫോട്ടോ ഒന്നും ഇല്ല അതല്ലേ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറെ ഫോട്ടോ എടുത്തത് അന്നായി. കഴിഞ്ഞ പ്രാവശ്യം വരാം ഏതെങ്കിലും ഫോട്ടോ മതിയായിരുന്നു ഡയറിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയില്ല ഫോട്ടോ. ഇത്രയും നാള് 2 കൊല്ലം ഇപ്പൊ അങ്ങനെ ഒട്ടിച്ചത്. ഇപ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു യൂണിഫോം ഇട്ട ഫോട്ടോ തന്നെ വേണമെന്ന്. യൂണിഫോം ഇട്ട ഫോട്ടോ തന്നെ വേണം. അതുകൊണ്ട് പിന്നെ യൂണിഫോം ഇട്ട ഫോട്ടോ എടുക്കും. ഒരാൾ ഇന്നലെ നമ്മള് നരിക്കൂട് പോയിട്ടുണ്ടായി. ഇങ്ങോട്ട് നോക്കി. അതല്ല നിനക്ക് കിടന്ന മാന്ത് കിട്ടീന് മൊത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടിയാക്കാൻ തുടങ്ങിയ കിട്ടും മതിയതാ. അതെയാ. പിന്നെ ഇന്നലെ നമ്മള് നരിക്കോട്ട് പോയിട്ട് ഒരാൾ എന്തോരം എടുത്ത് ചെരുപ്പ് അവിടെ വെച്ചിട്ട് വന്നു. ആരെങ്കിലും ഉണ്ടാ ഇട്ട ചെരുപ്പ് നമ്മള് വരില്ല. നമ്മള് പറഞ്ഞു മണിക്കൂട്ടം പോയി എടുത്തോന്നില്ല. അത് ഇനിയിപ്പൊ 2 ദിവസം ഈ സോക്സ് മാത്രം ഇട്ടിട്ട് പോയാലും വേണ്ടിയില്ല, ചെരുപ്പ് എടുത്തിട്ട് വരുന്ന പരിപാടി. മണിക്കൂട്ടൻ ഇനി ഇപ്രാവശ്യം ഒറ്റക്ക് ബസ് കയറി ഓട്ടോ പിടിച്ച് നടന്നിട്ട് വേണമെങ്കിൽ നീ പോയിട്ട് നിന്റെ ചെരുപ്പ് എടുക്കണം. ഇവിടെ പുലി ഇറങ്ങി എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഏതൊരു പിന്നെ പടത്തില് മറ്റേ കല്യാണരാമല്ലോ എന്റെ ദിലീപ് പറയുന്നില്ലേ എന്റെ പട്ടി പോകുന്നു പറഞ്ഞിട്ട് അമ്മേന്റെ പൊണ്ടി വരുവാ. എന്താണ് പറയുന്നത് അമ്മേ? അപ്പൊ വൈകുന്നേരത്തേക്ക് നല്ല ഹോട്ടലിൽ എടുത്തിട്ട് വരാം. അപ്പൊ നല്ല വറവാക്കി വെക്കുമ്പോ മുതിരയും നാളെ വേണോന്ന് വെച്ചിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നു. പിന്നെ നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ ഈ നാട്ടിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ പുലിയാണോ ഇപ്പം കാട്ടുപൂച്ചയാണെന്നെല്ലാം പറയുന്നുണ്ടായിനി. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നലെ നമ്മളൊരു പെരുപ്പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സൈസ് കണ്ടില്ല.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിലെ കൂടെ നമ്മൾ ഔഷധി നമ്മൾ ഇന്നലെ നരിക്കോട്ടയിൽ നിന്ന് വരുമ്പോൾ കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നു. നമ്മൾ ഒരു ഔഷധി റോഡിന്റെ അടുത്താ. നമ്മൾ സത്യം വിചാരിച്ചു പുലിനെ പിടിച്ചെന്ന് വിചാരിച്ചിന്. കാരണം ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എല്ലാരും സ്ക്വാഡ് തിരിച്ചിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിനി. അപ്പൊ നമ്മൾ പിന്നെ വേഗം വണ്ടി തിരിച്ച് പോയി നോക്കുമ്പോഴത്തേക്ക് വലിയ പെരുപ്പാമ്പ് കമ്പി വേലിന്റെ ഉള്ളിൽ തല അപ്പുറത്തായി പോയി, വാലുഭാഗം ഇപ്പുറത്തായി പോയി. നീങ്ങാൻ പറ്റുന്നില്ല. അതെ, എങ്ങനെ നീങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് പിള്ളമാരെല്ലാം ആടി ഉണ്ടായിരുന്നു. കുറെ വരുന്നവരും പോകുന്നവരെല്ലാം ആടെ നിന്നു. അങ്ങനെ മണിക്കുട്ടൻ സ്നേക്ക് പാർക്ക് പോകാണ്ട് ഒരു വലിയൊരു പെരുപ്പാമ്പിനെ അടുത്ത് വെച്ച് കണ്ടു. അത്ര പെരുപ്പാമ്പിനെ വലിയ ആദ്യമായിട്ടില്ലാണ് മണിക്കുട്ട. നീളല്ല, ഇത്ര അത്രയും ഉണ്ട് കേട്ടോ, വലിയത്. നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അച്ഛന്റെ കുമ്പേന്റെ അത്രയുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മളുടെ അടുത്തുള്ള ഒരാളെ വിളിച്ചു. പനങ്ങാട്ടൂരില്ല ഒരാള് വന്നിട്ട് അതിന്റെ കമ്പി പിന്നെ മുറിച്ച് കളഞ്ഞിട്ട് അതിനെ വിട്ടുന്നെങ്ങാനും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടായിട്ടില്ല ആ സമയത്തൊന്നും. നമ്മൾ ഉണ്ടായിട്ടില്ല, നല്ല മഴയായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ലേ നമ്മൾ രാത്രിക്ക് വന്നിനി, പിന്നെ എങ്ങനെ പറയാ? ഇപ്പൊ എന്റെ മോ അതെടുത്ത് പറയണം. ചെരുപ്പ് ഒന്ന് ആദ്യത്തെ ദിവസം തന്നെ കിറ്റ് മറന്നു വെച്ചു. പിന്നെ വെള്ളം പിറ്റേ ദിവസം വെള്ളം. ഇന്നെന്നാ മറന്നിനി നിനക്കറിയില്ല, ഇനിയിപ്പൊ നോക്കണം. ഭയങ്കര മറവിയാ. ഇന്നലെ ചെരുപ്പ് മറന്നു, എല്ലാം മറന്നു. ഈ മാസം അടി കിട്ടാത്ത രോഗം തോന്നുന്നു. അടി രണ്ടെണ്ണം നല്ല ചൂടോടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രോഗവും മാറും. പിന്നെ നമുക്ക് പോവാ. നമുക്ക് പോയിട്ട് എന്റെ ചെരുപ്പ് എടുക്കണം. ചെരുപ്പ് അടി പോയിട്ട് ഇതെടുക്കല് യൂണിയൻ ഫോട്ടോ എടുക്കല്. ഞാൻ നാളത്തേക്ക് തന്നെ എനിക്ക് ചെരുപ്പ് ഇടണം. ബിക്കോസ് ഞാൻ ഇന്നിട്ട് പോയ സാധനം ഞാൻ ഇങ്ങനെ കാല് വെക്കേണ്ടി വന്നു. അത് നിനക്കുള്ള പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ് എനിക്ക് ഓർമ്മ വേണം. മേതുട്ടി, നീ എന്നാ ഇത് പരിപാടി? നീ നീടെ നിൽക്കുകയും അമ്മാവന്റെ പേരും കറിയാക്കാൻ ഓണാഘോഷിക്കുക പൂട്ടിച്ച്. കേറി ഇരുന്ന് ആടേമ്യാന്നാരാ പറഞ്ഞിപ്പോ കേറി ഇരുന്ന് ഏടിയാന്നൊന്നും പറഞ്ഞില്ല, കറങ്ങാണ്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് ഫോട്ടോ എടുത്തു. തിരികെ വന്നാച്ച്. മേതുട്ടിന്റെ ഫോട്ടോ കാണിച്ചു നോക്കട്ടെ. കാണിച്ചെടുക്ക്. മേതുട്ടി ഫോട്ടോത്തിൽ നല്ല വ്യത്യാസം ഇട്ട് ഇതാ പറയുന്നത് കേട്ടതേ. കുറച്ചുകൂടെ സുന്ദരിയായി സുന്ദരിയായി പോയതിന് കുറച്ച് ദൂരം പിടി കാണട്ടെ. ഓ എടുത്ത് നമ്മൾ കാണിച്ചേ മേതുട്ടി. താഴെ വീവല്ലേ ഇതിപ്പോ. ഇതാണ് ഇങ്ങനെയാണ് അടിക്കേണ്ടതാ. എങ്ങനെയുണ്ട് എല്ലാവരും പറയുക. മേതുട്ടി ഫോട്ടോത്തിൽ എങ്ങനെ ഇരിക്കുന്നു? സുന്ദരിയാ പോയതിന് മേതുട്ടി അടിപൊളി. മണിക്കുട്ടൻ ഇടിയുണ്ടേ. മണിക്കുട്ടൻ ഫോട്ടോത്തിൽ സുന്ദരനായിരിക്കുന്നു. ഫോട്ടോത്തിൽ മാത്രമാണ് സുന്ദരനായിരിക്കുന്നത്. അല്ലല്ല ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അച്ഛനെ തൊട്ടതല്ലോ നിങ്ങൾ ക്യാമറ മറുപുറത്ത് കാണുന്നതൊന്നല്ല യഥാർത്ഥ സംഭവം. അപ്പൊ ഇനി നമ്മള് എവിടെയാണ് പോകുന്നത്? ചെരുപ്പ് എടുക്കാൻ പോണ്ടേ? എന്താ ചെയ്യാ? അതിന്റെ ശിക്ഷ ഇന്ന് മണിക്കൂട്ടിന് നമ്മൾ കൊടുക്കുന്നതാണ് ഇതിന് ശേഷം. ഓക്കെ, അങ്ങനെ നമ്മൾ എവിടെ എത്തി പ്രിയ? ചെരുപ്പ് എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്നെ ലാസ്റ്റ് എടുക്കാൻ പോകുന്നു. സീനാട്ടൻ നേരത്തെ എന്തോ പറഞ്ഞിട്ടുണ്ടായിനെ, ആരെടുക്കാൻ പോകുന്ന അത് ഞാൻ പറഞ്ഞിട്ടേ. കല്യാണരാമനിലെ മറ്റേ ദിലീപിനെ പോലെ ആയിപ്പോന്ന് ഞാൻ. അങ്ങനെ നമ്മുടെ ബിയങ്കൂട്ടൻ്റെ ഇടാം. ബിയങ്കൂട്ടാ ഓയ് ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ആ കേട്ടല്ലേ, ഹായ് പറഞ്ഞു കേട്ടോ ബിയങ്കൂട്ടൻ. ഓനായി സമയം കൊടുത്ത മേതു പറഞ്ഞോ. അപ്പൊ ഇനിയിപ്പം ഇനിയിപ്പം ഹരിതസേനന്ന് ഒഴിവാൻ പോകുന്നു. ഒഴിവാക്കിക്കാന്ന് കേൾക്കുന്നു. 2 മാസത്തെ ലീവാ കൊടുത്തിനി. ഇപ്പൊ അത്
അവിടെ പഞ്ചായത്തിൽ തന്നെ കൊടുക്കണം ഇനിയില്ലത്. അങ്ങനെ നമുക്ക് അല്ല ഇനിയിപ്പം അധികം നടക്കാൻ പറ്റത്തില്ലേ പിന്നെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നടക്കാൻ പറ്റുന്നില്ല. ഇല്ല അല്ലേ? പൈസേന്റെ അല്ല, നമുക്ക് നടന്നാൽ കുറച്ചൊരു ആരോഗ്യത്തിന് നല്ലതാണ്. അതെ അതെ പക്ഷെ അതെ. വീട്ടിൽ തന്നെ ആവുമ്പോ അതൊരു ഇത്. പക്ഷെ കെട്ട് തലമിച്ച് നടക്കണ്ടല്ലേ, ആവുന്നില്ല. അതെ അല്ലേ? അങ്ങനെ അമ്മ റെസ്റ്റ് അപ്പൊ എല്ലാം ശരിയാവുപ്പാ. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാകുന്നുണ്ട് പിന്നെ പോവല്ല. അതെ. എന്താന്ന് വെച്ചാ 10-70 വയസ്സ് 71 വയസ്സാകാനായി. ആയിക്കോട്ടെ, വയസ്സ് എല്ലാവർക്കും ആവുമല്ലോ. അതിന്റെ അടുത്ത് ശ്രീനാട്ടൻ പറഞ്ഞു അച്ഛൻ എന്നീ വയറും കൊണ്ട് കളിക്കുന്നത് എന്നാണ് അമ്മ, നല്ല രസമാണ് അച്ഛനെ കാണാൻ ആടെന്ന് പറഞ്ഞു. പ്രായത്തിൽ എല്ലാവരും അങ്ങനെയല്ലേ. പ്രായം വരുമ്പോ എല്ലാരും അങ്ങനെ ഇപ്പൊ. അതെ. അതുകൊണ്ടല്ലേ നേടിയും പോയി ചാച്ചാ എവിടെയും പോയി. ഇതാ ഇവിടുന്ന് തന്നെ അല്ലേ? വാ പോവാ. അപ്പൊ നമ്മൾ കുറെ സമയമായി നരിക്കൂടെ നിന്നിട്ട് ഇനിയിപ്പോ ഇങ്ങനെ ഇനി കുറച്ചുകൂടി ഇതെല്ലാം മാറ്റി കുളിക്കണം. അമ്മ എഴുന്ന മാതല ഇറങ്ങിട്ട് അമ്മ അതെയാ വലിയതാ. അമ്മ അച്ചാറാക്കിട്ട് തന്നാ മതി. ഇവക്ക് പണിയെടുക്കാൻ പറ്റൂലെന്ന് അമ്മേ. അതെ, സ്വന്തം സുവർണ ആക്കിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മ വരാന്നാ പറയുന്നത്. പ്രിയ എനിക്ക് ആക്കാൻ അറിയാത്തോണ്ടല്ലേ. അപ്പൊ അധികം നിന്ന് ഇനി സമയം പോയിക്കൂട്ടാ. അപ്പൊ നമ്മൾ എവിടെയായാലും നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ് ഗായ്സ്. മണിക്കൂട്ടാ വേഗം മേതൂട്ടിനെ വിളിക്ക്. അതെയാ പോവാ. അങ്ങനെ നമ്മൾ കടന്നപ്പള്ളി എത്തി. വരുമ്പോൾ നല്ല പുയ്യാപ്പിളെല്ലാം മുന്നിൽ ബസ് എടുക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കയ്യും വീശി അങ്ങ് കയറും. എസ്പെഷ്യലി ശ്രീനാഥൻ. കാരണം എന്തോ എടുത്തിട്ടാ കയറിയെന്ന് എനിക്ക് പറയാം. അമ്മേനോട് പറഞ്ഞു നോക്കി നല്ല പുയ്യാപ്പിള ഉണർന്നിട്ട് മുറിച്ച് കറി. അമ്മേ അമ്മേ നല്ല പുയ്യാപ്പിള കൊണ്ടുവന്നിട്ടുണ്ട്. പുയ്യാപ്പിള നല്ലോണം പൊരിക്കണം എന്നാ പറഞ്ഞേ. ബാബാ ഡ്രസ്സ് മാറ്റി വെക്ക. എന്താ ഇത് പരിപാടി? അങ്ങനെ നമ്മൾ സന്ധ്യയായിട്ട് 8 മണിക്ക് അടുക്കിയായി. എന്റെ പരാതിപ്പെട്ടി എന്നല്ല പറ. പരാതിയൊന്നുമില്ലപ്പാ. ഇനിയിപ്പം കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ എണീക്കണം, ഇതന്നല്ലേ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ അതൊക്കെയാണ്. പക്ഷെ ഇവിടെ രണ്ടുപേരും നോക്കിയേ, ഇവിടെ വന്നു ഒറ്റ ഇരുത്തിരുന്ന്. രണ്ടുപേരും വേഗം എണീക്ക്. വേഗം എണീച്ച് ഡ്രസ്സെല്ലാം മാറ്റി കുളിച്ച് നാളത്തെ പഠിക്കൊന്നും വേണ്ടേ? കുളിച്ചു എന്നാ ഉറങ്ങി ഉറക്കായി. അപ്പൊ ഇനി ഏതായാലും നമ്മള് പ്രിയ ഇനിയിപ്പോ കുറെ പേരും നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.